ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള തേർഡ് ഡേ ആണ് കേട്ടോ ഇന്ന്. ഇത് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റത്തെ ഡേ ആണ്. നമ്മൾ ഗുവാ ടെമ്പുരാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈം സ്റ്റോൺ കേവിലോട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു കേവ് ഭയങ്കര ഇഷ്ടമാവുന്നൊരു സ്ഥലമായിരിക്കും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമുക്ക് 4 ടൈപ്സ് ഓഫ് പാക്കേജസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് 2 എണ്ണം ഡ്രൈ ആയിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വാക്കും 2 എണ്ണം വെറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജുമാണുള്ളത്. അതായത് വെറ്റായിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നനയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണെന്നെങ്കിൽ നിങ്ങളെ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് വെറ്റായിട്ടുള്ള ട്രിപ്പിന് വേണ്ടിയിട്ടാണേ. നമ്മളിപ്പോൾ ഗുവാ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് സ്പോട്ടാണുള്ളത്. ഇതൊരു കേവ് ആണ് കേട്ടോ. അപ്പോൾ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായിരിക്കും ഇത്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ആണുള്ളത്. 2 എണ്ണം നമുക്ക് എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള ഏരിയ കൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസി വാക്കാണ്, രണ്ടാമത് കുറച്ചും കൂടി ഒരു ഹാർഡായിട്ടുള്ളത്, പിന്നെ 2 എണ്ണുള്ളത് വെറ്റായിട്ടുള്ളത്. അതും ഇതേപോലെ തന്നെ. അപ്പോൾ ആ വെറ്റായിട്ടുള്ളത് പറഞ്ഞാൽ നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ നനയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈ ആയിട്ട് പോകുന്ന രീതിയിലുള്ളതാണ്. എന്തായാലും കാണാം. അപ്പോൾ ഇതാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രൻസ് എന്ന് പറയണത്. അപ്പം നമ്മളിന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഓൾറെഡി ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാക്കേജ് എടുത്തത്. കുറച്ചുകൂടി നന്നാവുക വെറ്റായിട്ടുള്ള പാക്കേജ് എടുക്കുന്നത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ ഇത് കുറച്ചൊരു ഉള്ളിലോട്ടായിട്ടുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഇവിടേക്ക് ഊബർ വിളിച്ച് വരാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പറ്റും. പക്ഷേ ഇവിടെ നിന്ന് പിന്നെ നമുക്ക് വണ്ടി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് ആരെങ്കിലും ഊബറിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ നിന്ന് ഊബർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് കേട്ടോ നമുക്കിവിടെ വന്നപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു ഊബർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഊബർ തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും പറയുന്നുണ്ടായിരുന്നു പുള്ളി തിരിച്ച് കാലിയായിട്ട് പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് പുള്ളിക്ക് അത് നന്നായി എന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം മാത്രമാണ് ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഈ ഈസി വാക്ക് എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ് നമുക്ക് പോകാനായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, നല്ല സ്റ്റെപ്പ് കയറാനും നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഈസി വാക്ക് എടുക്കാം. അതാവുമ്പോൾ അധികം ദൂരം നമ്മൾ പോവില്ല. കുറച്ച് ദൂരെയാണ് നമ്മൾ ഇതിന് ഈ കേവിനുള്ളിൽ കൂടെ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സ്റ്റെപ്സ് ഒക്കെ കയറി കുറച്ചും കൂടി ഭാഗം ഇവിടെ എക്സ്പ്ലോർ ചെയ്യും. അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ വെറ്റായിട്ടുള്ളത്. അത് നമ്മൾ സെക്കൻഡ് പാക്കേജ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഒരു കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങിപ്പോകണം. അങ്ങനെ ഇറങ്ങിപ്പോയാൽ പിന്നെ അവിടെ വെറ്റാണ്. അപ്പോൾ അതുവഴിയൊക്കെയാണ് വെറ്റ് ട്രിപ്പ് പോകാൻ തോന്നുന്നു. വെറ്റ് ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ ഒപ്പം ഒരാൾ, ഒരു ഗൈഡും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. ആക്ച്വലി ഞങ്ങൾ ഇപ്പോൾ വീഡിയോസ് കണ്ടതിൽ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലത്തിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റിയത്. പക്ഷേ ഈ സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് വല്ലാത്തൊരു നഷ്ടം തന്നെ ആവുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്കിവിടെ ഇപ്പോൾ വിസിറ്റ് ചെയ്തതിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഏകദേശം 4.5 കിലോമീറ്ററാണ് ഈ കേവിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ അത് മുഴുവൻ വിസിറ്റേഴ്സിന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് വിസിറ്റേഴ്സിന് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏകദേശം 400 മില്യൺ വർഷം മുമ്പ് ഫോം ചെയ്തിട്ടുള്ളൊരു കേവാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നത് വെറ്റൂർ പാക്കേജ് എടുത്തിട്ടുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഈ കേവിൻ്റെ അടിയിൽ കൂടെ ഈ വെള്ളത്തിൽ കൂടെയൊക്കെയാണ് ഈ വെറ്റൂർ എടുത്ത ആൾക്കാർക്ക് വരാനായിട്ട് പറ്റുക. ഒരു ടീം ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അവരെല്ലാവരും കൂടിയിട്ട് ഒരു ഗൈഡായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരിക്കും കേട്ടോ അതെന്ന് പറയുന്നത്. മാർബിൾ ഫോർമേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോൺസിനെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ കേവിന് ചുറ്റും നമ്മൾ വിസിറ്റേഴ്സിന് നടക്കാനായിട്ട് ഒരു പ്രത്യേകം വഴിയും അതുപോലെ ഇങ്ങനെ കുറേ സ്റ്റേഴ്സും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇതിലൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു കാര്യമാണേ. ഇപ്പോൾ ഒരു മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഇവിടുത്തെ ഈ ലൈം സ്റ്റോൺ കേവ്സ് എന്ന് പറയുന്നത്. ഈ കേവ്സ് നമ്മൾ ഇവിടെ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണേ. നമ്മൾ കയറിപ്പോകുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് കേട്ടോ നമ്മളിനി തിരിച്ചു വരുന്നതും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ആസ്വദിച്ച് മെല്ലെയാണ് കേട്ടോ ഈ കേവ് മൊത്തം നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്.
രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് ടൈമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 4 ഡിഫറെൻറ്റ് ടൂർ പാക്കേജസ് ആണ് ഞാൻ ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അതിൽ 2 ഡ്രൈ ടൂറും 2 വെറ്റ് ടൂറുമാണ്. അതിൽ ഫസ്റ്റ് ഡ്രൈ ടൂറിന് നമ്മളിവിടെ ഗോൾഡൻ ഫ്ലോ സ്റ്റോൺ എന്നാണ് പറയുന്നത്. അത് ഏകദേശം 40 മിനിറ്റ്സ് വാക്കാണ് എടുക്കുക. പിന്നെ രണ്ടാമത്തെ ടൂർ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം 1 hour 45 മിനിറ്റ്സ് ആണ് എടുക്കുക. അത് നമ്മൾ കുറച്ചും കൂടി ഹൈറ്റിലോട്ട് കയറിപ്പോവും. പിന്നെ വെട്ടൂർ എന്ന് പറയുന്നതും 2 ആണുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ വേൾഡ് പ്ലസ് ഷോർട്ട് റിവറാണ്. അതായത് നമ്മൾ ഈ പോയ വഴി അത്രയും നമ്മൾ ഈ ടോപ്പ് ഓഫ് ദ വേൾഡ് പറഞ്ഞിട്ട് നമ്മൾ ഡ്രൈ ആയിട്ട് പോയല്ലോ, അത്രയും ദൂരം നമ്മൾ പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഷോർട്ട് റിവർ അഡ്വഞ്ചറും കൂടിയാണ് അതിലുണ്ടായിരിക്കുക. പിന്നെ എന്ന് പറയുന്നത് 4ാമത്തെ ഒരു പാക്കേജ് വെട്ടൂർ തന്നെയാണ്. അതെന്ന് പറയുന്നത് ഗ്രാൻഡ് ടൂറാണ്. അത് കുറച്ചും കൂടി ഡീപ്പസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ആയിരിക്കും. ഏകദേശം 3 hour to 4 hours എടുക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെട്ടൂർ എടുക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 മണി വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, കുറച്ചുകൂടി നേരത്തെ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം 3യിലാണ് കേട്ടോ. അതായത് ഗോൾഡൻ ഫ്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈസി വാക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെയാണ് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിന് മുകളിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നുള്ള പാക്കേജ് എടുത്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാനൊന്നും നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ അടുത്ത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പണ്ട് കാലത്ത് മലയൻ കമ്മ്യൂണിറ്റീസ് അവരുടെ വെപ്പൺസും അതുപോലെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും നമ്മളിനി കുറച്ചുകൂടി മുകളിലേക്ക് പോവാണ്. അത്ര ഹാർഡായിട്ടുള്ളൊരു ട്രക്കിംഗ് ഒന്നും അല്ല കേട്ടോ ഇതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവിടെ നമുക്ക് നടന്നു പോകാനായിട്ട് പ്രോപ്പറായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് സ്റ്റെപ്സൊക്കെ കയറി പോകണം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഹൈറ്റിലേക്ക് കയറി പോകണം. അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്നുള്ള പാക്കേജ് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി നല്ല കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഫൈനൽ പോയിന്റിൽ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 5. ടോപ്പ് ഓഫ് ദ വേൾഡ് പാക്കേജ് എടുത്ത ആൾക്കാർക്ക് ഇതുവരെയാണ് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് പിന്നെ നമുക്ക് താഴത്തോട്ട് കുറച്ച് സ്റ്റെപ്സ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്സ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് താഴെ പോയിട്ട് പിന്നെ റിവർ വാക്ക് എടുക്കാനായിട്ടാണ് പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വെറ്റ് പാക്കേജ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെയാണ് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. നമുക്ക് അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെറ്റ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് പോയിട്ട് പിന്നെ അവിടെ നിന്നൊരു റിവർ അഡ്വഞ്ചറും കൂടി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ തിരിച്ച് ഈ സെയിം അതേ വഴി കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോരുന്നതും. തിരിച്ചെത്തി നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ഊബർ ബുക്ക് ചെയ്യാൻ കുറച്ച് ടൈം നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഊബർ കിട്ടാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ പോയിട്ടുള്ളത് കില്ലീസ് കാസ്റ്റിൽ കാണാൻ വേണ്ടിയിട്ടാണേ. 1900 കാലഘട്ടത്തിലാണ് സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വില്യം കെല്ലി സ്മിത്ത് ബ്രിട്ടീഷ് മലയിലോട്ട് വരുന്നത്. അദ്ദേഹം ഇവിടെ ഒരു റബ്ബർ പ്ലാന്റേഷൻ ആരംഭിക്കുകയും അതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ 1915 അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു സമ്മാനമായിട്ടാണ് ഈ കെല്ലീസ് മാൻഷൻ പണിയാനായിട്ട് അദ്ദേഹം വിചാരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ 1926 പോർച്ചുഗലിൽ വെച്ചിട്ട് അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരിച്ച് സ്കോട്ട്ലാൻഡിലോട്ട് തിരിച്ചു പോവുകയും ഈ കെട്ടിടം പിന്നീട് നിർമ്മാണം പൂർത്തിയാക്കാതെ ഇവിടെ അവശേഷിക്കുകയാണ് ചെയ്തത്. സ്കോട്ടിഷ്, മോറിഷ്, ഇന്ത്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. ഒരുപാട് ഹിഡൻ റൂംസും പിന്നെ സീക്രട്ട് ടണൽസും ഒക്കെ നമുക്ക് ഈ കെട്ടിടത്തിനകത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള എലിവേറ്റർ ഷാഫ്റ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അക്കാലത്ത് മലേഷ്യയിലെ ആദ്യത്തെ എലിവേറ്റേഴ്സാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ കാസ്റ്റിലോട്ട് കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഒരുപാട് ഇന്ത്യൻ വർക്കേഴ്സും ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ ഒരു സ്പാനിഷ് ഫ്ലൂ പിടിപെട്ടിട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കാസ്റ്റിലൊരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ടും ഇവിടെ ഗോസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കെല്ലീസ് കാസ്റ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. മലേഷ്യയിലെ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളും ഈ കാസ്റ്റിനകത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ അവിടെയുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി വായിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ മാൻഷൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ളൊരു മാൻഷൻ ആവുമെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കെല്ലി ഈ മാൻഷൻ്റെ മുകളിൽ അത്യാവശ്യം എഫേർട്ട് ഇട്ടിരുന്നതും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് വലിയ നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കേട്ടോ നമുക്കിത് കാണുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നമ്മുടെ കേവും അതുപോലെ തന്നെ ഈ കെല്ലീസ് കാസ്റ്റിലും മാത്രമാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മളൊരു മാളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് നേരെ ബസ് പിടിച്ച് സിംഗപ്പൂരിലോട്ട് പോരാണ് കേട്ടോ ചെയ്തത്. എന്തായാലും നമ്മുടെ ഇപ്പോൾ ട്രിപ്പ് അത്യാവശ്യം നല്ലൊരു ട്രിപ്പായിരുന്നു. ആക്ച്വലി ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ആദ്യത്തെ കെല്ലീസ് ഹോമിനുണ്ടായിരുന്നത്. പിന്നീടാണ് അദ്ദേഹം ഈ കെല്ലീസ് കാസ്റ്റിൽ ഉണ്ടാക്കാനായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയത്ത് ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കെല്ലീസ് കാസ്റ്റിൽ നിന്ന് അതിൻ്റെ ചുറ്റുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അതിന് ചുറ്റുമായിട്ട് ലോണും തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ഹില്ലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ്. അതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് അവിടുത്തെ റൂംസും അവിടുത്തെ ഒരു കോറിഡോറും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് ടൈമിങ്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബഗ്ഗി റൈഡും കൂടിയും കിട്ടും. അത് ടിക്കറ്റിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ മാൻഷൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ഹോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ബഗ്ഗി റൈഡിൽ കാണിച്ചു തരും. എന്നാൽ ഇപ്പോൾ നമുക്കിവിടെ ഹോഴ്സസിനെ കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇതായിരുന്നു മലേഷ്യയിൽ തന്നെ ആദ്യത്തെ എലിവേറ്റർ. അപ്പോൾ ആ ലിഫ്റ്റ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ് നമ്മളിവിടെ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാമറൂൺ ഇപ്പോൾ ട്രിപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി ബാക്കി വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ഇനി കൂടുതലായിട്ടും സിംഗപ്പൂരിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.